നമ്മുടെ തക്കാളി ചെടിയിലന്ന് പൂവിട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കായൊക്കെ അത്യാവശ്യം പിടിച്ചിരിക്കുന്നുണ്ട്. ഒരു 5-8 കായം കണ്ടുണ്ടെന്ന് തോന്നണം കേട്ടോ. പക്ഷേ എല്ലാത്തിലും അങ്ങ് കറക്റ്റായിട്ട് പിടിച്ചില്ല. ഓരോന്ന് വെച്ചിട്ടാണ് പിടിക്കുന്നത്. ചെറിയ കായുമാണ്. പിന്നെ അതിൻ്റേതായ വളക്കുറവുണ്ടാവും. നമ്മൾ അന്ന് ആദ്യത്തെ അടിവളം ചെയ്താൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വളമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിനകത്തേക്ക്. പിന്നെ 8 ചെടി നട്ടത് ആകെ കിട്ടിയത് നമുക്ക് 3 ചെടിയാണ് നല്ല രീതിയിൽ കിട്ടിയത്. ബാക്കിയെല്ലാം ഈ റോക്കറ്റ് പുഴു എന്ന് പറഞ്ഞൊരു സാധനം കയറി നശിപ്പിച്ച് കളഞ്ഞു. റോക്കറ്റ് പുഴു എന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഈ നമ്മുടെ ചെടിയുടെ ഇലയിൽ വെള്ള കളറിൽ ഇങ്ങനെ ഈ റൗണ്ടായിട്ട് ഇങ്ങനെ പല ടൈപ്പിൽ ഇത് ഈ ചെടിയുടെ ഒക്കെ ഇപ്പോൾ ഇലയിൽ കണ്ട ഇങ്ങനെ വന്നിട്ട് വെള്ള കളറിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ കാണാം. ഇതിപ്പോൾ ഈ കാണിച്ചേക്കണേ ഇത് റോക്കറ്റ് പുഴുവിൻ്റെ ആക്രമണമാണ്. ഇത് കയറി കഴിഞ്ഞ് ഇങ്ങനെ വരച്ച് അതിൻ്റെ ഉള്ളിനകത്തേക്ക് തണ്ടും എല്ലാം നശിപ്പിക്കും, എല്ലാ ഇലയിലും ആവും. ഇതേപോലെ കുറേ വന്നായിരുന്നു. ഞാൻ മൊത്തം ഇങ്ങനെ ഇലകൾ പറിച്ച് കളയും. പിന്നെ നമ്മൾ ഈ ജൈവ രീതിയിൽ നോക്കുന്നതുകൊണ്ടേ ഇതിനകത്തേക്ക് അധികം മറ്റേ മരുന്നും കാര്യങ്ങളൊന്നും ഞാൻ അടിക്കാൻ നിന്നില്ല. ഞാനിങ്ങനെ പറിച്ചെടുക്കാറേ ഉള്ളൂ. പറിച്ചെടുത്തിട്ട് എവിടെയെങ്കിലും ദൂര സ്ഥലത്ത് കത്തിക്കുന്നിടത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് കത്തിച്ച് കളയും ഈ സാധനം. അല്ലാതെ വേറെ മരുന്നൊന്നും അടിക്കാൻ പോയില്ല. ഇത് നമ്മുടെ ഉള്ളി നട്ടായിരുന്നതാണ്. ഉള്ളിയുടെ ഉള്ളിൽ കൊല്ലമുളകില്ലേ, ഉണക്കമുളക്, അത് മുളച്ച് വന്നതാണ്. അതിൻ്റെ